ഞാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്താ വെച്ചാൽ നോർമലി ഇത്തരം അഡീനിയം വീഡിയോസ് ഞാനും കുറേ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ. അത്തരം വീഡിയോസിലൊക്കെ ഒന്നോ രണ്ടോ ചെടികൾ വെച്ചായിരിക്കും ഫുൾ പ്രൊസീജിയർ കാണിക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്സ് കാണിക്കാതായിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ 30-ലധികം ചെടികളോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ചെടികളും ഇരിപ്പുണ്ട്, എല്ലാത്തരം പൂക്കളും മൊട്ടൊക്കെ ഇരിപ്പുണ്ട്. ഹലോ ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. സജീസ് ഇന്നോവേഷൻസിൻ്റെ ഈ വർഷത്തെ അഡീനിയം കെയർ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയാനുള്ള കാരണം, അഡീനിയത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കൊടുത്തിരിക്കാം. ആ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കാണിച്ചത് അഡീനിയത്തിൻ്റെ പ്രൂണിങ്ങും റിപ്പോർട്ടിങ്ങും അറ്റ് എ ടൈം എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ സ്റ്റെപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ നിന്ന് മാറ്റിയത് മുതൽ നമ്മൾ റീപോർട്ടിങ് വരെ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്, അതിനുശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ്, ഇപ്പോൾ ഒരു 15 ദിവസമായി റിപ്പോർട്ട് ചെയ്തിട്ട് 15 ദിവസത്തിന് ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഇതുമുതൽ നമ്മളിതിൽ പൂക്കൾ ഉണ്ടാകുന്നത് വരെ എന്തൊക്കെയാണ് പരിചരണം കൊടുക്കേണ്ടത്, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് ഞാൻ ചെടികളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, കണ്ടോ. സോ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഉള്ള ചെടികളുടെ അവസ്ഥ ഇതാണ്. എല്ലാത്തിലും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കണ്ടോ മുളകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ നോക്കുകയാണെങ്കിലാണ് ഒരു കട്ടിങ് ചെയ്തെടുത്ത് 1, 2, 3, 4, 5 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നതിൻ്റെ ഗുണം. ഇതാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും അഡീനിയം പ്രൂൺ ചെയ്ത് ചെറുതായിട്ട് വളർത്തുകയാണെങ്കിൽ കുറേ ബ്രാഞ്ചസ് വന്നിട്ട് ഒത്തിരി ബുഷിയായിട്ട് വന്നിട്ട് കുറേ പൂക്കൾ വരുന്നത്. അപ്പോൾ അതാ ഈ കണ്ടത്. നിങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടോ, മിക്കവാറും എല്ലാ കട്ടിങ്സിലും മിനിമം 2 ബ്രാഞ്ചസ് വെച്ച് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. പലതിൻ്റെ ഗ്രോത്ത് പല സൈസിലുണ്ടാവുന്നത് കണ്ടോ. ഇതിൽ കുറച്ചും കൂടി വളർന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. എല്ലാത്തിലും തന്നെ ഒന്നും തന്നെ കേടായിട്ടില്ല. നമ്മൾ 35 ചെടികളിലാണ് ചെയ്തത്. എല്ലാത്തിലും തന്നെ കുറേ ബ്രാഞ്ചസൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയ രസകരമായ അപ്ഡേറ്റും കൂടി ഉണ്ട്. കുറച്ച് ചെടികളെ ഞാൻ പ്രൂൺ ചെയ്യാതെ മാറ്റി വെച്ചായിരുന്നു. അത് ഇവിടെ തന്നെ വിത്തിട്ട് മുളച്ചതും ഇവിടെ സ്റ്റെം കട്ടിങ് വെച്ച് മുളപ്പിച്ചു എന്നിട്ട് കുറച്ച് ചെടികളെ. അപ്പോൾ അത് 2 ചെടികളിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് കണ്ടോ. കണ്ടോ, ഇവിടെ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച ചെടികളാണ്. അടിപൊളിയായിട്ട് മൾട്ടി പെറ്റൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല, നട്ടങ്ങനെ കൊടുത്തിട്ടുള്ളൂ കണ്ടോ. ഇതിൽ കണ്ടോ, ഇത് മറ്റൊരെണ്ണം. അല്ലെങ്കിൽ കുറേ പൂക്കൾ വന്നിട്ട് കണ്ടോ. എല്ലാം മൾട്ടിപ്പെറ്റിലാണ് വന്നിരിക്കണേ. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഈ എല്ലാ ചെടികൾക്കും ഞാൻ സാഫിൻ്റെ ഒരു സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എന്തിനാണ് സാഫ് അപ്ലൈ എന്ന് ചോദിച്ചാൽ, എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ അഡീനിയം ചെടിയുടെ ഇലകൾ മഞ്ഞയായി പോകുന്നു, ഇലകൾ കറുത്ത നിറത്തിലാകുന്നു, അതിൻ്റെ കോഡക്സ് ചീഞ്ഞു പോകുന്നു, ഇതിന് കുറേ പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട്. ഇതിനൊക്കെ ഒറ്റ ആൻസർ എൻ്റെ കയ്യിലുള്ളത്, സാഫ് ഇടയ്ക്കിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്താണ് സാഫ് എന്ന് ചോദിച്ചാൽ, ഇതാണ് സാഫ്. ഇങ്ങനെ തന്നെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. വേണമെങ്കിൽ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയാട്ടോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ വേറെ ആൻറ്റി ഫംഗൽ പൗഡർ അധികം മാർക്കറ്റിൽ കണ്ടിട്ടില്ല. പലരോട് ചോദിക്കാറുണ്ട് എവിടെ വാങ്ങാൻ കിട്ടുമെന്ന്. സാറിന് നമ്മൾ ഈ വളങ്ങളൊക്കെ വാങ്ങുന്ന കടകളിൽ, ഈ ഗാർഡൻ ഷോപ്സിലൊക്കെ മിക്കവാറൊക്കെ ഉണ്ടാവും ഈ സാഫ്. നല്ലൊരു ആൻറ്റി ഫംഗലാണ്. ഇതാണ് ഞാൻ എപ്പോഴും അഡീനിയത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചാൽ, ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം അലിയിച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. നമുക്ക് ആദ്യം അതൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ഞാനൊന്ന് ഡിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ കണ്ടോ, ഞാൻ പറയാൻ മറന്നുപോയി, ലീഫ് വരുന്നതിന് മുമ്പ് ആദ്യം വരുന്ന പൂക്കളാണ്ടോ. എന്തായാലും വന്നോട്ടല്ലേ, പൂക്കട്ടെ ആദ്യം. അപ്പോൾ അതിനെ ആദ്യം കൊടുക്കാൻ മതി. സാഫ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോഡക്സിലും സ്റ്റെമ്മിലും എല്ലാ ഭാഗത്തും, പുറത്ത് കാണുന്ന റൂട്ടിലും ചുവട്ടിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. എന്തായാലും ഈ സാഫ് അപ്ലൈ ചെയ്യുന്നതിനൊപ്പം ഒരു കാര്യം കൂടെ പറയാം. അഡീനിയം കെയറിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സൺലൈറ്റാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ദിവസം ഒരു 6-8 മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ അഡീനിയം ചെടികൾ വെച്ചാൽ ശരിക്കും റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത ഭാഗത്ത് വളരില്ല എന്നല്ല, പക്ഷെ അത്രയും പൂക്കളുണ്ടാവില്ല. അപ്പോൾ ഇതിവിടെ ഞാൻ വെച്ചിരിക്കുന്നത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണ്. രണ്ടാമത് നോക്കേണ്ടത് നനയുടെ കാര്യമാണ്. നനയും പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നിങ്ങൾ എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സിൻ്റെ സ്വഭാവം അനുസരിച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. മിക്കവാറും ഞാൻ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ആണെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് കുത്തി നോക്കുക അതിൻ്റെ ചുവട്ടിലേക്ക്. കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നനവുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നനവനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. ഈ 2 കാര്യങ്ങൾ ഇതിനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്തെന്താ ചെയ്യണം നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അഡീനിയം ചെടികളുടെ ലാസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ കാണിച്ചിട്ടൊരു 10 ദിവസം കൂടെയായി, മൊത്തം 25 ദിവസമായി. ലാസ്റ്റ് നമ്മൾ കാണിച്ച കുറച്ച് സാഫ് അപ്ലൈ ചെയ്യുന്നത് മാത്രമായിരുന്നു. ഇപ്പോഴത്തെ ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരുന്നു. കൂടെ വാ, കണ്ടോ, എല്ലാത്തിലും കുറേ ബ്രാഞ്ചസൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇവിടെ ഒരെണ്ണത്തിൽ കണ്ടോ പൂക്കളും വന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബഡ് ഞാൻ കാണിച്ചായിരുന്നു. ഇതേ കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിക്ക് നല്ല പുഷ്ടിക്കാനും നിൽപ്പുണ്ട്. കണ്ടോ, എന്തായാലും ഇതുവരെ നമ്മൾ വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പൊട്ടി മിക്സിൽ നമ്മൾ ജൈവവളങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. അതായത് ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു ഗ്രോത്ത് മിക്സറാണ്. ഗ്രോത്ത് മിക്സർ എന്ന് പറയുമ്പോൾ ചെടി നന്നായിട്ട് വളരുകയും വേണം, പ്ലസ് ഫ്ലവേഴ്സ് നന്നായിട്ട് വരികയും വേണം. കാരണം എല്ലാത്തിനും മുട്ടൊക്കെ വരാനുള്ള സമയം ആയി വരുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ DAP എന്ന് പറഞ്ഞ സാധനമാണ്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയും. ഇത് ഓർഗാനിക് പൊട്ടാഷാണ്, പൊട്ടാസ്യം ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ശരിക്കും അഡീനിയം ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ട 3 ഘടകങ്ങളാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും. ഇതിൽ നൈട്രജൻ അളവ് ഒത്തിരി കൂടാൻ പാടില്ല. കാരണം നമ്മൾ ചാണകപ്പൊടിയിലൊക്കെ ഓൾറെഡി നൈട്രജൻ ഒരുപാടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. നൈട്രജൻ ഒരുപാട് കൂടുതലാണെങ്കിൽ ഇലകൾ ശരിക്കും വരും, പക്ഷേ പൂക്കൾ കുറവായിരിക്കും. അപ്പോൾ DAPയുടെ പ്രത്യേകത ഇതിൽ നൈട്രജനും ഫോസ്ഫറസും ഉള്ള മെയിനായിട്ട്. അപ്പോൾ നൈട്രജൻ 18% ഉള്ളൂ, പക്ഷേ ഫോസ്ഫറസ് 46% ഉണ്ട്. അപ്പോൾ ഈ ഫോസ്ഫറസ് ചെടികൾ പൂക്കൾ വരാനും അതിൻ്റെ റൂട്ടിൻ്റെയൊക്കെ അല്ലെങ്കിൽ വേരിൻ്റെയൊക്കെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അതുപോലെ പൊട്ടാസ്യവും അതുപോലെ പൂക്കൾ വരാനും ചെടികളുടെ ആരോഗ്യത്തിനും റൂട്ട് നന്നായിട്ട് വളരാനൊക്കെ വളരെ അത്യാവശ്യം വേണ്ട ഘടകമാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒപ്പത്തിനൊപ്പം ചേർത്താണ് ആദ്യം ഒരു ഗ്രോത്ത് മിക്സർ ഉണ്ടാക്കുന്നത്. ഞാനിതിൽ NPK ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ NPK ആഡ് ചെയ്യാം, പക്ഷേ കുറച്ച് അളവിൽ കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഈ മിക്സ് ആദ്യം കൊടുത്തതിന് ശേഷം പിന്നെ NPK ഞാൻ കൊടുക്കുന്നുണ്ട്. അത് വേറൊരു രീതിയിലാണ്, അത് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. എന്നാൽ നമുക്കിത് ഇപ്പോൾ മിക്സ് ചെയ്യാം. ഞാൻ ഒപ്പത്തിനൊപ്പമാണ് DAPയും ഓർഗാനിക് പൊട്ടാഷ്യം എടുത്തിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ പോവാണേ. ഇത് DAP ആണ്, ഇത് ഓർഗാനിക് പൊട്ടാഷാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ അതേ മിക്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെടിക്കായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെടികളുടെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് വശത്തുനിന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൽ ഓൾറെഡി വെളുത്ത നിറത്തിൽ കാണുന്നത് പെർലൈറ്റാണ് കേട്ടോ. നമ്മളൊരിക്കലും ചുവട് ചേർത്ത് വളങ്ങൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചുറ്റും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ എല്ലാ ചെടികളിലും. അപ്പോൾ ഈ മിക്സ് നമുക്ക് ആദ്യം ഈ 3 ചെടിക്ക് വന്നിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം, ബാക്കി ഞാൻ പിന്നെ ചെയ്തോളാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ ഓരോ സ്പൂൺ വീതം എടുത്തിട്ട് ഈ ചെടി നേരത്തെ പറഞ്ഞ് ഞാൻ ചുറ്റും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വേര് ടച്ച് ചെയ്യാതെ ദൂരെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാ ചെടികൾക്കും നമ്മളിപ്പോൾ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ഇത് മണ്ണുമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് നമ്മൾ ചുറ്റുപാടും ഇട്ട് കൊടുക്കുക, എല്ലാ വശത്തും ഒരുപോലെ വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാത്തിലും വളമിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നനച്ച് കൊടുക്കണം. നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരുപാട് വെള്ളം അടിയിലൂടെ പോകരുത്. കാരണം ഈ വളം ഇതിനെ തന്നെ നിൽക്കുകയും വേണം കേട്ടോ. പിന്നെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നനച്ച് കൊടുക്കണം. നനയ്ക്കുമ്പോൾ ഓർക്കുക, ഒരുപാട് വെള്ളം പാടില്ല. അതിനുശേഷം നമുക്ക് ആസ് യൂഷ്വൽ പണ്ട് ഞാൻ പറഞ്ഞതുപോലെ നനച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എന്തായാലും നമുക്ക് നനച്ചു കൊടുക്കാം. ഇനി അടീനിയം നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബാക്കി ചെടികൾ നനയ്ക്കുമ്പോൾ അതിൻ്റെ സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ നനച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അടീനിയം നനയ്ക്കുമ്പോൾ എപ്പോഴും ചുവട്ടിൽ മാത്രം നനച്ചു കൊടുക്കാണ്ട് സ്പ്രെയർ ഒന്നും ഉപയോഗിക്കേണ്ട. ഇങ്ങനത്തെ ഹോസ് വെച്ചിട്ട് ഇങ്ങനെ ചുവട്ടിൽ മാത്രമേ നനച്ചു കൊടുക്കുക കേട്ടോ. ഈ പൊങ്ങി കിടക്കുന്നത് നമ്മൾ ആ പോട്ടി മിക്സിലിട്ട പെർലൈറ്റ് കേട്ടോ, ഇപ്പോൾ ഇട്ട വളമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നനച്ചു കൊടുക്കുമ്പോൾ ഈ മിക്സിൻ്റെ ഇഫക്റ്റ് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ചേർന്ന് വേരിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാനെല്ലാം നനച്ചു കൊടുക്കാം. എന്തായാലും അടുത്തെന്താ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വീണ്ടും കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ നമ്മുടെ അഡീനിയം ചെടികൾക്ക് DAPയുടെയും പൊട്ടാഷ്യൻ്റെയും മിക്സറാണ് കൊടുത്തത്. ലാസ്റ്റ് കൊടുത്തിട്ട് ഇപ്പോൾ 5 ദിവസമായി. 5 ദിവസമായിട്ട് എല്ലാ ദിവസവും ഞാൻ കുറേശ്ശെ നനച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചെടികളൊക്കെ ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്, കണ്ടല്ലോ. ഇതിലൊരെണ്ണത്തിൽ കൂടെ പൂവെന്ന് കേട്ടോ. നല്ല പൂവൊന്നും അല്ല, ഒരു യെല്ലോ ആണ്. ഇത്ര ഭംഗിയില്ല. ഇത് ബാക്കിയെല്ലാം നന്നായിട്ട് നിൽപ്പുണ്ട്. ഇത് പിന്നെ ആദ്യമേ പൂത്തത് തന്നെയാണ്. ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്, കണ്ടല്ലോ.
അപ്പോൾ ലാസ്റ്റ് DAPയും പൊട്ടാഷ്യം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ NPK വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ തവണ NPK വേറെ രീതിയിലാണ് കൊടുക്കാൻ പോകണമെന്ന്. ഞാൻ NPKയുടെ ഫോളിയാർ സ്പ്രേ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ ഫോളിയാർ സ്പ്രേ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. 19 ഞാൻ മേടിച്ചിരിക്കുന്നത്. സ്റ്റെർലിംഗ് ഫാമയുടെ ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളെ കാണിക്കഴിഞ്ഞൊരു ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് NPK കേട്ടോ. ഇത് ഫോളിയാർ സ്പ്രേ ആണ്. ഈ ഫോളിയാർ സ്പ്രേകളുടെ പ്രത്യേകത നമ്മൾ വെള്ളത്തിൽ അലിയിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് ലീഫിലൂടെ ഇത് അബ്സോർബ് ചെയ്യപ്പെടും. ലീഫിലെ സ്റ്റൊമാറ്റോയിൽ കൂടെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് വളരെ പെട്ടെന്ന് ആക്ഷൻ കിട്ടും. നമ്മൾ ചോട്ടിൽ കൊടുത്താലും വേര് വലിച്ചെടുത്തിട്ട് ലീഫിലെത്താൻ കുറേ സമയം എടുക്കും. ഇത് വളരെ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് ലീഫിലും അതിൻ്റെ സ്റ്റെമ്മിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഗുണം കിട്ടുകയും ചെയ്യും. ഞാൻ NPK കൊടുക്കാൻ പോകുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന അളവിലാട്ടോ. ഇത് ഏകദേശം 2 ലിറ്ററിൻ്റെ ഒരു ജാറാണ്. ഇതിലേക്ക് ഞാനൊരു 10 ഗ്രാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്പൂണ് ഏകദേശം 5 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഒരു ലിറ്ററിൽ 5 ഗ്രാം ഇട്ടാൽ മതി കേട്ടോ. ആദ്യം കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കുക അതിനെ. എന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഇനി നമ്മളിതിന് എല്ലാ ചെടികൾക്കും നടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലീഫിലും ഈ സ്റ്റെമ്മിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കോഡക്സിലും എപ്പോഴും ഈ ഫോളിയാർ സ്പ്രേസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വൈകുന്നേരം കൊടുക്കുക കേട്ടോ. മഴയില്ലാത്ത സമയം നോക്കിയിട്ട് വൈകുന്നേരം കൊടുത്താൽ രാവിലെ മുതൽ അത് ഉണങ്ങിപ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ലീഫിൽ കൂടെ അബ്സോർബ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ. എന്തായാലും ഞാനിത് എല്ലാത്തിനും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്ത അപ്ഡേറ്റോടെ നമുക്ക് വീണ്ടും കാണാം. ഇനി ഈ ഫോളിയാർ സ്പ്രേ എപ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് ആഴ്ചയ്ക്കൊരിക്കൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ആഴ്ചയ്ക്കൊരിക്കലോ ഒരു 15 ദിവസം കൂടുമ്പോഴേ ഫോളിയാർ സ്പ്രേ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം വളരെ കുറച്ച് മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ, ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ. ഹലോ, നമ്മൾ അഡീനിയം ചെടികൾക്ക് ഇപ്പോൾ NPK സ്പ്രേ കൊടുത്തിട്ട് NPK 19 കൊടുത്തിരുന്നത് 10 ദിവസം കൂടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഈ സാധാരണ റൂട്ടിൽ കൂടെ അബ്സോർബ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ലീഫിലൂടെയും സ്റ്റെമ്മിലൂടെയും ഇത് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യും, പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ടായി കാണുന്നത് കണ്ടോ. എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് കുറേ ബ്രാഞ്ചസ് ഇത് ഇങ്ങോട്ട് നോക്കിയാൽ കുറേ ലക്ഷമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ ചെടിയൊക്കെ നോക്കിക്കേ, കുറേ അധികം ബ്രാഞ്ചസ് വന്നിട്ട് ഇത് അപ്പുറത്ത് കണ്ടുവരണം വളരെ ഭംഗിയായിട്ട് കാണും. ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് എല്ലാത്തിലും മൊട്ട് വന്നു തുടങ്ങി. പക്ഷേ കുറേ എണ്ണത്തിൽ പൂവും വന്നു തുടങ്ങിയുണ്ടോ. ഇതിൽ പൂ വന്നു, കുറച്ച് നേരത്തെ പൂ വന്നു കേട്ടോ. കുറേണ്ണത്തിൽ ഇതിൽ പൂ വന്നു, ഇതിൽ പൂ വന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി അധികം പൂക്കാനുണ്ട്. ഇത് കണ്ടോ, അധികം പൂക്കുന്നൊരു ചെടി അല്ലെങ്കിലും നല്ല ഭംഗിയുള്ള പൂ അതിലുണ്ടാവുക. ഇത് ഇങ്ങോട്ട് നോക്കിയാലും ഇതിൽ കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. യെസ്, ഇതെൻ്റെ ഫേവറേറ്റാണ്. അതിലും പൂ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇതിൽ നൈട്രജൻ ചേർന്ന വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി നമുക്ക് പൂക്കളാണ് വേണ്ടത്. അപ്പോൾ നൈട്രജൻ്റെ അളവ് കുറഞ്ഞിട്ട് പൊട്ടാസ്യവും ഫോസ്ഫറസും കൂടിയ ഏതെങ്കിലും വളങ്ങൾ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി. അപ്പോൾ ഇത്തവണ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് മിറക്കിൾ 20 എന്ന് പറഞ്ഞൊരു ഫോളിയാർ സ്പ്രേ ആണ്. നിങ്ങൾ മിറക്കിൾ 20 തന്നെ വാങ്ങണമെന്നില്ല, ഫോളിയാർ സ്പ്രേസ് പലത് വാങ്ങാൻ കിട്ടും. ഒരു കാര്യം ഓർത്തിരിക്കുക, നൈട്രജൻ്റെ അളവ് കുറവായിരിക്കണം അതിനകത്ത്. ഇതിൽ നോക്കിയാൽ 13, 27, 27. അപ്പോൾ നൈട്രജൻ 13 ഉള്ളൂ, പൊട്ടാസ്യവും ഫോസ്ഫറസും 27 വീതം ഉണ്ട്. അതായത് പൊട്ടാസ്യവും ഫോസ്ഫറസിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതിനൊരു സ്പ്രേ ആണ് ഇത്തവണ കൊടുക്കാൻ പോകുന്നത്. എത്രമാത്രം ഇഫക്റ്റീവാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ ഒരു 5 ഗ്രാം, ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, ഏകദേശം ഒരു ടീസ്പൂൺ എടുക്കുമ്പോൾ ഒരു 5 ഗ്രാം ആവും കേട്ടോ. ഇത്രയും ഒരു 5 ഗ്രാമാണ്. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അലിയിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഓൾറെഡി അലിയിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് ഈ ലീഫിലും എന്താ പറയുക അതിൻ്റെ സ്റ്റെമ്മിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലൊക്കെ കണ്ടോ മുട്ട വന്ന് തുടങ്ങിയത് കണ്ടോ. സ്പ്രേ ചെയ്യുമ്പോൾ ലീഫിൻ്റെ അടിവശത്തും പുറത്തുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ സ്റ്റെമ്മിലും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങൾ പ്രിഫർ ചെയ്യുക കേട്ടോ. ഇതിലൊക്കെ കണ്ടോ എല്ലാ ബ്രാഞ്ചിലും മുട്ട വന്ന് തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ ഞാനിതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഓൾറെഡി എല്ലാത്തിലും മൊട്ടും പൂക്കളും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി പൂക്കളുടെ സമയമാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് പൂക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പൂക്കൾ വരുന്ന മുറയ്ക്ക് നിങ്ങളെ ഞാൻ കാണിക്കാം. അടുത്ത അപ്ഡേറ്റോട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹലോ, നമ്മുടെ അഡീനിയം ചെടികളുടെ അടുത്ത അപ്ഡേറ്റ് ആണ്. ഞാൻ പറഞ്ഞു പൂക്കളെല്ലാം ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറേശ്ശെ കാണിക്കാമെന്ന്. ദേ ഒരെണ്ണത്തിൽ വീണ്ടും പൂ വന്നിട്ടുണ്ട്. ഇതിങ്ങേറ്റം നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഡാർക്ക് മെറൂൺ കളറിൽ പൂ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ എല്ലാത്തിലും പൂക്കൾ നിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഇത് ഞാൻ പറഞ്ഞു അധികം പൂക്കാത്തൊരു വെറൈറ്റിയാണ്. പക്ഷേ ഒരുപാട് പൂക്കൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. യെല്ലോ സിംഗിൾ പെറ്റലാണ്, വളരെ റയർ വെറൈറ്റിയാണ്. അധികം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് കുറേ മൊട്ടിനിയും വരുന്നുണ്ട് ഇതിലേക്ക്. ഇതാണ് ഏറ്റവും കൂടുതൽ പൂത്തിരിക്കുന്നത്. ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് പൂക്കൾക്കൊരു ഭംഗി കുറവ് കേട്ടോ. മൊത്തം വെയിൽ കൊണ്ടങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്.
നിറച്ച് പൂക്കളുണ്ട്. ആ സൈഡിലൊക്കെ മൊട്ടും കുറേ വരുന്നുണ്ട്. ഇത് നമ്മുടെ കളഞ്ഞു കിട്ടിയ സുന്ദരികളിൽ ഒരാളാണ്. കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടോ. ഇതിൽ ഫുള്ള് മൊട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതും ഇനി ഒരെണ്ണം കൂടെ കാണിക്കാം കേട്ടോ. ഈ പൂ കണ്ടോ, തായ്ലാൻഡ് റെഡ് എന്നൊരു വെറൈറ്റിയാണ്. ഒരുപാട് പൂക്കളുണ്ട്. പക്ഷേ ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനൊരു വീഡിയോ കാണിച്ചായിരുന്നു, അടീനത്തിൻ്റെ കോഡക്സ് ചീഞ്ഞു പോയപ്പോൾ ഞാൻ റിക്കവർ ചെയ്തൊരു വീഡിയോ. ഈ സൈഡ് നോക്കിയാൽ ആ കോഡക്സ് കാണാൻ പറ്റും, ചീത്തയായി പോയത്. ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഈ വശത്തെടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു അവസ്ഥയിലുള്ളത്. അപ്പോൾ അത് നമ്മൾ റിക്കവറാക്കി എടുത്തതാണ്. ബട്ട് ഇപ്പോൾ പൂക്കൾ വന്നു. വളരെ ഹാപ്പിയാണ് ഞാൻ അക്കാര്യത്തിൽ. അപ്പോൾ ആ കോഡക്സ് ചീഞ്ഞു പോയാൽ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതും എല്ലാവരും കാണുക. ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊരു പിങ്ക് വെറൈറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, വെയിലൊക്കെ വന്നിട്ടൊന്ന് വാടി നിൽക്കുകയാണ്. ഇത് നമ്മുടെ ലൈറ്റ് യെല്ലോ. അതുപോലെ വേറൊരു പൂവ് എനിക്കുണ്ട്, ഇവിടെയും പോകുന്നുണ്ട് കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് യെല്ലോ ആണ്. ഇപ്പോൾ കുറച്ച് കളർ കുറഞ്ഞ് നിൽക്കുക, കുറച്ച് ഡാർക്ക് യെല്ലോ ആയത്. ഇത് കണ്ടൊരു പിങ്ക്. ഇതിൽ ഡിഫറെൻറ്റ് പിങ്കാണ്. ഇതിൽ പൂക്കളൊന്നും ഓൾമോസ്റ്റ് കഴിഞ്ഞു. വന്ന പൂക്കൾ കഴിഞ്ഞു. ഇവിടെ അടുത്ത് വരുന്നുണ്ട് കുറേ അധികം. ഇതിലൊക്കെ നിറച്ച് പൂക്കളും മൊട്ടൊക്കെ വരുന്നുണ്ട്. ഇത് ഇവിടെ വേറൊരു വെറൈറ്റി. ഇത് ഞാൻ പറഞ്ഞല്ലോ, വെയിൽ വന്നപ്പോൾ പോയതാട്ടോ. കണ്ടോ, കുറേ പൂക്കളുണ്ട്. ഇത് നമ്മൾ ആ മൾട്ടി ഗ്രാഫ്റ്റിംഗ് 4 കളർ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ്. ഒരെണ്ണത്തിൽ മൊട്ട് വന്നിട്ടുണ്ട്, അടുത്തതിൽ വരുന്നുണ്ട്. ഇതവിടത്തെയാണ്. ഇതും നക്കും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്. കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതിലൊരു വേറൊരു പിങ്കാണ് അതിൽ വന്നിട്ടുണ്ട്. ഇത് ഒരു ലൈറ്റ് പിങ്കാണ്. അതിലൊരു വൈറ്റാണ് അധികം ഉള്ളത് കേട്ടോ. അതിൽ പിന്നെ വേറെ എന്നുള്ളത്, ഒരു ചെടിയിലൊരു 7 കളർ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കാണിച്ചായിരുന്നു. അതാണ് ഇരിക്കുന്നത്. അല്ല, ഒരെണ്ണത്തിൽ പൂ വന്നിട്ടുണ്ട് കണ്ടോ. ഇതിൽ 7 ഗ്രാഫ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 7 ഗ്രാഫ്റ്റ്. അടുത്തതിൽ മൊട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വലിയ ചെടിയിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം, അത്രയും ഹെൽത്തി അല്ല. പക്ഷേ പൂക്കൾ വന്നു തുടങ്ങി. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിരിക്കാം, അതും കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്ന് കാണിക്കാനുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ അഡീനിയം വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി അവസാനിപ്പിക്കേണ്ട ഒരു കണ്ടീഷൻ വന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഒരാഴ്ചയായിട്ട് ഒഫീഷ്യൽ ടൂറിലായിരുന്നു. ഏതാണ്ടൊക്കെ പൂ വരുന്ന ഒരു അവസ്ഥകളെ ഞാൻ കാണിച്ചായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തെ എല്ലാത്തിൻ്റെയും പൂക്കൾ മഴയൊക്കെ വീണ് ഇങ്ങനെ എല്ലാം വീണ് പോയൊരവസ്ഥ, അല്ലെങ്കിൽ കുറച്ചൊക്കെ അഴുകിപ്പോയൊരവസ്ഥ. ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ. കണ്ടോ, ഇതിലൊക്കെ ഇപ്പോഴും കുറച്ചധികം പൂക്കളൊന്നും നിൽപ്പുണ്ട്. പക്ഷേ നേരത്തെ പൂത്തതെല്ലാം പോയി കഴിഞ്ഞു കേട്ടോ. നല്ല പൂവാ, കുറേ അധികം ഉണ്ട്. ഇതിലും കുറേ അധികം പൂ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എന്തായാലും കണ്ടീഷൻ വളരെ മോശമാണ്. എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന പോലെ അത്രയും നല്ലൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, എനിക്ക് വിഷമമുണ്ട്. അവിചാരിതമാണ്. ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് മഴയാണ് ഇവിടെ. ട്രിവാൻഡ്രത്ത് വേനൽ മഴ കുറച്ച് കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പായിട്ട് ഉള്ള പൂക്കളുടെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. കുറേ പൂക്കളുണ്ട്, എല്ലാം കൊഴിഞ്ഞു പോയി കേട്ടോ. ഇത് നേരത്തെ ഞാൻ കാണിച്ചതാണ്. ഒരു മെറൂൺ ഒരെണ്ണം കൊഴിഞ്ഞും കിടക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഇവിടെ ഉണ്ടായത് നാടനാണ്. ഇത് കണ്ടോ, ഒരു പുതിയ വെറൈറ്റിയാണ്. നല്ല പൂക്കളാട്ടോ. ഇത് നമ്മുടെ തായ്ലാൻഡ് റെഡ്. അത്യാവശ്യം താങ്ങൊക്കെ കൊടുക്കേണ്ടത് കേട്ടോ. ഒന്ന് വീണു പോകുന്നുള്ള അവസ്ഥയിൽ നമ്മൾ റിക്കവർ ചെയ്ത അഡീനിയമാണ്. കുറേ പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ ഐറ്റമാണ്. ഇത് കണ്ടോ, കുറേ അധികം പൂക്കളുണ്ടായി, പക്ഷെ എല്ലാം കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ. ഇതിലും കുറേ അധികം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം വന്നതൊക്കെ പോയി, ഇതൊക്കെ പിന്നെ വന്നതാണ് കേട്ടോ. നല്ല പൂക്കൾ കുറേ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാടൻ സുന്ദരിയാണ്, ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഒരു സാധനം. പൂക്കൾ വന്നു തുടങ്ങി, പക്ഷേ കുറേ അധികം മൊട്ടുകൾ നിൽപ്പുണ്ട് കണ്ടോ. ഇത് ഗംഭീരനായിട്ട് വരും എന്ന് തന്നെ തോന്നുന്നു. എങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ പറ്റിയാൽ. ഇവിടെ കുറേ അധികം പൂക്കൾ. ഇത് വേറൊരു തായ്ലാൻഡ് വെറൈറ്റിയാണ്, റെഡ് വരുന്നുണ്ട്. ഇവിടെ കുറേ വേറെ ടൈപ്പ് ഓഫ് റെഡ് ആട്ടോ. കണ്ടോ, ഇതൊരു യെല്ലോയും പിങ്കും കലർന്ന കളറാണ്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ സുന്ദരികൾ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ. കുറേ പൂക്കളുണ്ട്. ഇതാണ് ഇത്തവണ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സാധനം കേട്ടോ. ഇത് നേരത്തെ കാണിച്ചു, അധികം പൂക്കൾ ഉണ്ടാവില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞു. പക്ഷേ നോക്ക്, ഇത്തവണ ഒരുപാട് പൂക്കളുണ്ടായി. ഒരു യെല്ലോയിഷ് സിംഗിൾ പെറ്റലാണ് കണ്ടോ. ഇതിൻ്റെ പ്രത്യേകത, ഒരു 15 ദിവസമായിട്ടും പൂക്കളൊന്നും കൊഴിഞ്ഞിട്ടില്ല കേട്ടോ. പൂവൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കോഡക്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഒരു വെൽവെറ്റ് ലുക്കുള്ള അഡീനിയം കേട്ടോ. നല്ല രസമാണ് അത്.
ഇത് ഒരു യെല്ലോയും പിങ്കും കലർന്ന വെറൈറ്റിയാണ്. ഇത് വൈറ്റ്, നമ്മളന്ന് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്തതിലാണ് കേട്ടോ ഇത്. ഇതും ദേ വേറൊരു സ്പെഷ്യൽ സാധനമാണ്. കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി, ബട്ട് സ്റ്റിൽ കുറച്ച് പൂക്കളുണ്ട്. ഇത് വേറൊരു പിങ്ക് വെറൈറ്റിയാണ്. ഇത് ഒരു ലൈറ്റ് പിങ്ക്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയട്ടെ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് റിപ്പോർട്ടിങ്ങും പ്രൂണിങ്ങും ചേർത്ത് ചെയ്തൊരു സ്റ്റെപ്പ്, ആ റിപ്പോർട്ടിംഗ് വരെയുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഒന്നും കൂടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. അതും എല്ലാവരും കാണുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.